നോമ്പ് കാലത്തിലെ 7-ാം ദിനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഡോക്ടർ APJ അബ്ദുൽ കലാം തൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്ന ഗ്രന്ഥത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ദിവ്യമായൊരു അഗ്നിജ്വാലയും ഹൃദയത്തിൽ ഏന്തിക്കൊണ്ടാണ് നാം എല്ലാവരും ഈ ലോകത്തിൽ പിറന്നു വീഴുന്നത്. ആ അഗ്നിക്ക് ചിറകുകൾ നൽകുവാനും അതിൻ്റെ നന്മയുടെ ദീപ്തി കൊണ്ട് ഈ ഭൂതലത്ത് നിറയ്ക്കുവാനും ഉള്ളതാകട്ടെ നമ്മുടെ പ്രയത്നങ്ങൾ എല്ലാം. ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ തൻ്റെ സാദൃശ്യപ്രകാരം സ്വരൂപപ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവിക ഛായ നൽകി ദൈവിക ഗുണഗണങ്ങളോടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യനിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് തന്നിൽ പൂർണ്ണമായും സമർപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. സ്വന്തമായി കഴിവുകൾ ഏറെ ഉണ്ടാകാം, പക്ഷേ അതിനേക്കാൾ അപ്പുറമായി ദൈവത്തിൽ പൂർണ്ണമായും സമർപ്പിക്കപ്പെടുന്ന ആ ജീവിതമാണ് നമ്മിലൂടെ ആഗ്രഹിക്കുന്നത്. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്ത വിവേകത്തിൽ ഊന്നരുത്. പൂർണ്ണതയുടെ അനുഭവത്തിലൂടെ ദൈവത്തെ ആശ്രയിക്കുവാനുള്ള, ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനുള്ള ആ വിളിയാണ് ഈ ഭാഗത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഇതൊരു ദൈവിക കൽപ്പനയാണ്. സ്നേഹത്തോടെ വിനയത്തോടെ നമ്മോട് പറയുന്ന ദൈവിക ആജ്ഞയായിട്ടും മനസ്സിലാക്കുവാൻ കഴിയും. പൂർണ്ണമായ ഹൃദയത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ഉത്തമ വിളിയാണ് ഈ ഭാഗത്തിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. 16-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങളിൽ ദാവീദ് പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ശരീരവും നിർഭയമായി വസിക്കും. പൂർണ്ണതയുള്ള അനുഭവം, ശരീരം, മനസ്സ്, ആത്മാവ് പൂർണ്ണതയോടെ ദൈവത്തിൽ ലയിച്ചു ചേരുന്ന ആ സാഹചര്യത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് വേണ്ടത്. പലപ്പോഴും ഇന്നിൻ്റെ ജീവിതയാത്രയിൽ ദൈവം നമുക്ക് ധാരാളം കഴിവുകൾ തന്നിട്ടുണ്ട്, സാധ്യതകൾ തന്നിട്ടുണ്ട്. ഈ സാധ്യതകളിലും കഴിവുകളിലും പരിപൂർണമായും ആശ്രയിക്കുന്നത് അപൂർണതയുടെ പ്രതീകമാണ്. ദൈവം ഒപ്പം ഇല്ലാതെയുള്ള ജീവിതം നയിക്കുന്നത് അത് അപൂർണതയുടെ അടയാളമായിട്ട് കണക്കാക്കുവാൻ കഴിയും. ഇവിടെ പറയുന്നു, പൂർണ്ണതയുടെ അളവിൽ ദൈവത്തിൽ സമർപ്പിക്കപ്പെടുമ്പോൾ സ്വന്തം വിവേകത്തിൽ ഊന്നുവാൻ കഴിയില്ല, സ്വന്തം കഴിവിൽ ആശ്രയിക്കുവാൻ കഴിയില്ല. യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുമ്പോൾ ഈ നോമ്പിൻ നാളുകൾ നമുക്ക് നൽകുന്ന ആഹ്വാനം എന്ന് പറയുന്നത് എത്രത്തോളം ദൈവത്തിൽ സമർപ്പിക്കപ്പെടുവാൻ കഴിയുന്നുവോ അത്രത്തോളം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. സ്വന്തം വിവേകത്തിൽ, സ്വന്തം സാധ്യതകളിൽ പൂർണ്ണമായും ഊന്നിയുള്ള ഒരു ജീവിതമല്ല ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നത്. നമുക്ക് നൽകിയിരിക്കുന്ന വിഭവങ്ങൾ, സാധ്യതകൾ, കഴിവുകൾ പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതയാത്രയാണ് ഈ ദിനങ്ങളിൽ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. പൂർണ്ണതയുടെ അനുഭവത്തിൽ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് എന്നും ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അധികമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.